നമ്മുടെ ചിന്തകൾ ശബരിമാതയായി മാറിയ മാലയെക്കുറിച്ചാണ്. എന്നെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം എന്താണ് ഗുരുവേ? ശബരി മകളെ, നീ ആദ്യമായി നമ്മെ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടോ? അത് നാം മറക്കുന്നത് എങ്ങനെയാണ് ഗുരുവേ? നമ്മെ നിനക്ക് കാണാനിടയായതും പൂർവാശ്രമത്തിലെ ബാല എന്ന ബാലിക ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നതും ശബരിമാതയായി തീർന്നതും ഒന്നും യാദൃച്ഛികമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ശബരിയുടേത് ഒരു ശാപജന്മമാണ്. ആ ശാപത്തിന്റെ ഫലമായാണ് ശബരിമാത ചെമ്പന്റെയും പൊന്നിയുടെയും മകളായി പിറന്നത്. ശാപം? എന്ത് ശാപം? ശബരിമാതയ്ക്ക് അത് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഇല്ല ഗുരുവേ. പക്ഷേ ത്രികാലജ്ഞാനിയായ അങ്ങേക്ക് അറിയാൻ കഴിയാത്തതായി 14 ലോകത്തിലും ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങയിൽ നിന്ന് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഉള്ളവൾക്ക് ആഗ്രഹമുണ്ട്. പറയാം. ശബരിയായ മാല പൂർവജന്മത്തിൽ മാലിനി എന്ന ഒരു അപ്സരസായിരുന്നു. അപ്സരസോ? അതെ, ചിത്രകവചൻ എന്ന ഗന്ധർവന്റെ പുത്രി. ഇന്ദ്രസദസ്സിലെ ഗന്ധർവനായ വീതിഹോത്രനും മാലിനിയും പ്രണയബദ്ധരായിരുന്നു. മാംഗല്യശേഷം മാലിനിയുടെ ഇച്ഛാനുസരണം നിങ്ങൾ ഭൂമിയിലെത്തി. മായാജാലക്കാരനായ വീതിഹോത്രൻ മാലിനിയെ സന്തോഷിപ്പിക്കാൻ പല രൂപത്തിലും ഭാവത്തിലും വേഷപ്രച്ഛന്നനായി മാറി. ഇതാ കുടിച്ചോളൂ. പൂക്കൾ കണ്ടു, ചിത്രശലഭങ്ങളെയും സസ്യലതാദികളെയും കണ്ടു. ഇനി ഭൂലോകത്തെ മറ്റു ജീവികളെയും മനുഷ്യരെയും എല്ലാം കാണണമെന്ന ആഗ്രഹമുണ്ട് നാഥ. മാലിനി, നാഥ, കുലടേ, തന്നെ വിവാഹത്തിന്റെ അടുത്ത നാൾ തന്നെ യാതൊരു ലജ്ജയുമില്ലാതെ പരപുരുഷനെ തേടിപ്പോയ നിനക്കിനി നമ്മുടെ പത്നി പദത്തിന് അർഹതയില്ല. നിന്നെ നാം ശപിക്കുന്നു. കാട്ടാളനെ പ്രാപിച്ച നീ
ഒരു കാട്ടാള കുലത്തിൽ കാട്ടാള പെൺകുട്ടിയായി പിറക്കട്ടെ. നാഥ, നമുക്കിനി കാണണ്ട നിന്നെ. നാഥ, മാനായും മയിലായും ആനയായും മാറിയ അങ്ങ് കാട്ടിയ മറ്റൊരു ഇന്ദ്രജാലമാണെന്നാണ് ഞാൻ കരുതിയത്. അങ്ങ് രൂപം മാറി വനവാസിയായി നമ്മെ കബളിപ്പിക്കുകയാണെന്ന് ഈ ഉള്ളവൾ കരുതിപ്പോയി. മാലിനി ക്ഷമിക്കണം. നാം കാരണമാണ് നിനക്ക് ദുർവിധി വന്നു ഭവിച്ചത്. ശാപം തിരിച്ചെടുക്കുക അസാധ്യം. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൃപയാൽ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കും. വീതിഹോത്രൻ അരുളിയ പ്രകാരം ശബരിക്ക് ശാപമോക്ഷം പ്രാപ്തമാകും. അപ്രകാരം ശാപമോക്ഷം സിദ്ധിക്കുന്നതിന് സാക്ഷാൽ മഹാവിഷ്ണുവിനെ സദാ ഭജിക്കണം. ഊണിലും ഉറക്കത്തിലും പോലും നാരായണ മന്ത്രം മനസ്സിൽ ഉരുക്കഴിക്കണം. ഭഗവാൻ മഹാവിഷ്ണു തന്റെ സപ്താവതാരമായി കോസലദേശമായ അയോധ്യയിൽ ദശരഥപുത്രനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയായി അവതരിക്കും. പിതാവിന്റെ പ്രതിജ്ഞ പരിപാലിക്കുന്നവനായി പത്നി സീതാദേവിയോടും അനുജൻ ലക്ഷ്മണകുമാരനുമൊപ്പം 14 സംവത്സരം കാനനവാസത്തിനായി എത്തും. പഞ്ചവടിയിൽ അവർ വസിക്കും കാലം ലങ്കാധിപനായ രാവണൻ പ്രച്ഛന്നവേഷധാരിയായി എത്തി രാമലക്ഷ്മണന്മാർ അരികിലില്ലാത്ത സമയം നോക്കി സീതാദേവിയെ ലങ്കയിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകും. സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഇവിടെയും എത്തും. അന്ന് ശബരിമാതാവിന് അവരെ നേരിൽ കാണാനുള്ള അവസരമുണ്ടാകും. അവരെ സൽക്കരിക്കാനുള്ള ഭാഗ്യവും സിദ്ധിക്കും. ശ്രീരാമചന്ദ്രസ്വാമി പിറവിയെടുക്കും വരെ ഈയുള്ളവന് ഭൂമിയിൽ തങ്ങാനുള്ള ഭാഗ്യമുണ്ടാവില്ല. അതിനു മുമ്പേ നമ്മുടെ ഈ ദേഹം ഉപേക്ഷിച്ച് നാം മഹാസമാധിസ്ഥനാണ്. നാം മഹാസമാധി പ്രാപിച്ചാലും ശബരിമാത ഈ ആശ്രമം ഉപേക്ഷിക്കരുത്. ഇവിടെ തന്നെ പാർക്കണം. ഭഗവത് സേവ തുടരണം. യഥാനേരത്ത് ശ്രീരാമ ഭഗവാൻ ഇവിടെ എത്തിച്ചേരുകയും ശബരിമാതയ്ക്ക് മോക്ഷം നൽകുകയും ചെയ്യും. നമുക്കെല്ലാം ഒരു അത്ഭുതമായി തോന്നുന്നു ഗുരു. നാം പറഞ്ഞതാണ് സത്യം. എല്ലാം ഈശ്വരേച്ഛയാണ്. അത് നടന്നിരിക്കും. പൊയ്ക്കോളൂ. നാം അല്പം വിശ്രമിക്കട്ടെ. ശരി ഗുരുവേ. നമോവാകം. നമോവാകം. ഓം മിത്തേദക്ഷര മുദ്ഗീതമുവാസിത ഓമിതി ഹൃദ്ഗായത്രി തസ്യോപവ്യാഖ്യാന. ഓം എന്നുള്ള അക്ഷരം പരമാത്മാവിൻ്റെ ഏറ്റവും അടുത്ത അഭിധാനമാകുന്നു. എന്തെന്നാൽ അത് പ്രയോഗിക്കപ്പെടുമ്പോൾ, പ്രിയമായ പേര് പറയുമ്പോൾ ലോകമെങ്ങനെയോ അതുപോലെ പരമാത്മാവ് പ്രസാദിക്കുന്നു. സഗുണമായും നിർഗുണമായും ഓംകാരത്തെ ഉപാസിക്കാം. എപ്രകാരം ഉപാസിക്കുന്നുവോ അപ്രകാരം ഫലവും ലഭിക്കും. 3 അക്ഷരവും അർത്ഥമാത്രയും ചേർന്നാൽ ഓംകാരമായി. 4 മാത്രകളായാണ് ഓം ഉച്ചരിക്കേണ്ടത്. അകാരം, ഉകാരം, മകാരം, എന്ന അർത്ഥമാത്രയുമാണവ. സാധാരണ മനുഷ്യർക്ക്
മൂന്നവസ്ഥകളാണുള്ളത്. അവ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നു പറയപ്പെടുന്നു. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത്. അകാരം ജാഗ്രത് അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. ഉകാരം സ്വപ്നാവസ്ഥയെയും മകാരം സുഷുപ്തിയെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ ഈ എന്ന അർത്ഥമാത്ര തുരീയമെന്ന മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. മഹായോഗികൾക്കും പുണ്യജന്മങ്ങൾക്കും മാത്രം ലഭിക്കുന്ന അവസ്ഥയാണ് തുരീയം. ബ്രഹ്മത്തെ അറിഞ്ഞ് ആ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന അനിർവചനീയമായ അവസ്ഥയാണത്. ഓംകാരമെന്ന പ്രണവോപാസനയിലൂടെ എല്ലാ മനുഷ്യർക്കും നേടിയെടുക്കാവുന്നതാണത്. ഓംകാരം ഉരുവിടൂ. ഓംകാരം ഏതു മാത്രയ്ക്കാണോ ഊന്നൽ കൊടുത്തുച്ചരിക്കുന്നത് ആ അവസ്ഥയ്ക്ക് ഉയർച്ച സംഭവിക്കുന്നതാണ്. ജാഗ്രതാവസ്ഥയെ വിശ്വനും സ്വപ്നാവസ്ഥയെ തൈജസ്സനും സുഷുപ്താവസ്ഥയെ പ്രാജ്ഞനും നിയന്ത്രിക്കുന്നു. നാഭിയിൽ നിന്നുയരുന്ന ബീജാക്ഷരം 4 മാത്രകളും കടന്ന് ഉച്ചരിക്കേണ്ടതാകുന്നു. ജീവിത വിജയത്തിന് ലക്ഷ്യവും ഏകാഗ്രതയും ആവശ്യമാണ്. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മവും സത്യസന്ധത നിറഞ്ഞതാണെങ്കിൽ അവ നമ്മെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും. അതീവ ശ്രദ്ധയോടെ ഈശ്വരാതീതമായി ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. ഓരോ കർമ്മത്തിലും പൂർണ്ണമായ ശ്രദ്ധയുണ്ടെങ്കിൽ തന്നെ തന്നെ മറക്കുവാൻ കഴിയും. മനസ്സ് ഏകാഗ്രമാവുകയും ആനന്ദം അനുഭവപ്പെടുകയും ചെയ്യും. അവിടെയാണ് ഭക്തി ജനിക്കുന്നത്. ഷഡ്വൈരികളായ കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ നമ്മുടെ മനസ്സിനെയും ചിന്തയെയും ആക്രമിച്ചു തുടങ്ങിയാൽ ഈശ്വരനിൽ നിന്ന് നാം മെല്ലെ അകലാൻ തുടങ്ങും. ഒരു പുണ്യം പോലെ ജനിക്കാനും ജീവിക്കാനും അവസരം ലഭിച്ച നമ്മൾ ഈശ്വരചിന്ത കൈവിടിഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടും. പിന്നെ വെറുതെ ജീവിതം ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവരാവും നമ്മൾ. ഓം നമോ നാരായണായ. 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 ഓം നമോ നാരായണായ.
ഇനി എല്ലാവരും സന്ധ്യാപൂജയ്ക്ക് സ്നാനം ചെയ്തു വരിക. തെളിഞ്ഞ മനസ്സിൽ അറിവ് താനേ വിളങ്ങുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ? ശബരിയുടെ ഏകാഗ്രതയും മന്ത്രജപവും മനനവും കൊണ്ട് സിദ്ധികൾ ലഭ്യമാവുന്നതാണ്. എന്തൊക്കെയാണ് സിദ്ധികൾ ഗുരു? യോഗസിദ്ധികൾ അനേകമുണ്ടെങ്കിലും അഷ്ടസിദ്ധികൾ എന്ന് പേരുകേട്ടവ അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രഗാമ്യം, ഈശത്വം, വശിത്വം എന്നീ 8 എണ്ണമാണ്. ഇവയെല്ലാം എന്താണെന്ന് വ്യക്തമാക്കാമോ ഗുരു? അണിമ എന്നാൽ തന്നെ തന്നെയും മറ്റുള്ളതിനെയും ചെറുതാക്കാനുള്ള കഴിവാണ്. മഹിമ തന്നെ തന്നെയും മറ്റുള്ളതിനെയും ഇച്ഛാനുസരണം വലുതാക്കാനുള്ള കഴിവ്. ഗരിമ വസ്തുക്കളുടെ ഖനം കൂട്ടാൻ സാധിക്കുമ്പോൾ ലഘിമയാൽ ഖനം കുറയ്ക്കാനും സാധിക്കുന്നു. പ്രാപ്തി എന്നാൽ എവിടെയും പ്രവേശിക്കാൻ സാധിക്കുന്ന കഴിവാണ്. പ്രഗാമ്യം എന്തും കൈവരുത്തുവാനുള്ള കഴിവും. ഈശത്വം എല്ലാം നിയന്ത്രിക്കാനും വശിത്വം എല്ലാം വശീകരിക്കാനുള്ള കഴിവുമാണ്. അഷ്ടസിദ്ധികൾക്കപ്പുറം വേറെയും സിദ്ധികളുണ്ട്. അവ ഏതൊക്കെയാണ്? ഗുണങ്ങൾ ശത്രുക്കളിൽ നിന്നായാലും സ്വീകരിക്കണം. ദോഷങ്ങൾ ഗുരുവിൽ നിന്നായാലും നിരസിക്കണം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം
त्रिजगदामाध्यप्रभो मङ्गलम् अन्यस्तोपममङ्गलम् श्रुतिशिरोलङ्कारसन्